Goodness TV, now across the world. Reach out to your local cable or DTH operator now. You will feel the power of the Word of God. Enhance your visual experience with goodness. In any corner of the world, 24 hours a day, we are with you. Stay with goodness. Stay with God. DePaul Institute of Science and Technology is located at Angamali, very close to the Cochin International Airport. It is unique in that it provides holistic education and holistic training in different areas, that is MBA, MSW, MCA and MHRM, giving an output of extremely qualified and talented young people. Leading to the postgraduate degrees which I mentioned, we also have BCA, BSW, BCom, etc. Therefore, we end up with an institution which is fully integrated, and a student who joins immediately after school can come out with a high level postgraduate education. The speciality about DePaul is that it has been able to provide students with a number of ranks in the university, particularly in the field of MCA, over the last few years. Another speciality of the institution is that it is very holistic in many ways. It takes care of not only your intellectual attainments, it also takes care of spiritual needs, it takes care of discipline, and the product of the DePaul invariably happens to be a person who is qualified in many ways, spiritually, educationally, technically, etc. I have been teaching here for the last 4 years after an active management career, and I think this is
really a place where students should go because they come out fully equipped. Thank you. എൻ്റെ പേര് അജിൻ. ഞാൻ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 2007 MCAയിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു വൻ വഴിത്തിരിവ് ഒരുക്കി തന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡീപോൾ. ഡീപോളിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിർണായകമായ നിമിഷങ്ങൾ ഡീപോളിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് വഴിത്തിരിവുകളിലൂടെ കടന്നുപോയ ജീവിതം എന്നാൽ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് ഒരു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകുന്ന നല്ല ഒരു തൊഴിലും അതിനനുബന്ധമായ സാലറിയും എനിക്ക് ഈ ഡീപോളിലെ വിദ്യാഭ്യാസം നേടിത്തന്നിരിക്കുകയാണ്. ഡീപോളിനോടുള്ള എൻ്റെ കടപ്പാടും എനിക്കൊരിക്കലും മറക്കാനാവില്ല. വളരെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസവും അതിന് തക്കതായ അധ്യാപകരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഡീപോൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഡീപോളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഐശ്വര്യങ്ങളും എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ പേര് റിൻസി. ഞാനിപ്പോൾ ഇൻഫോസിസ് ടെക്നോളജീസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡിസ്റ്റിൽ 2006 MCA ബാച്ചാണ്. ഐ എം വെരി പ്രൗഡ് ടു ബി എ സ്റ്റുഡൻറ്റ് ഓഫ് ഡിസ്റ്റ് കോളേജ് അങ്കമാലി. ഡിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോൾ എൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു സ്ഥാപനമാണ്. മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു കലാലയമാണ് ഡിസ്റ്റ് അങ്കമാലി. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ടാലൻറ്റഡ്, വെരി ഫ്രണ്ട്ലി, വെരി ഹെൽപ്ഫുൾ. എല്ലാ ഫെസിലിറ്റീസും ഇവിടുത്തെ ട്രെയിനിങ്സും എല്ലാം ഒരു കരിയർ എങ്ങനെ ഒരു പ്രൊഫഷണൽ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ സഹായിക്കാവുന്ന എല്ലാ തരത്തിലും സഹായിക്കാവുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡിസിപ്ലിൻഡ് ലൈഫ്, നോളേജ്, എവറിത്തിങ് എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഫഷണൽ ലൈഫ്, ഒരു കരിയർ ലൈഫ് ദാൻ എ ഹ്യൂമൻ ലൈഫ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ഡിസ്റ്റ് കോളേജിലെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. 10 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ഡിസ്റ്റിൻ്റെ ഈ അലുമിനി മീറ്റിൽ പങ്കുചേരാൻ സാധിച്ചതിൽ, അതിൻ്റെ ഒരു സാരഥിയായി മുന്നോട്ട് പോകുന്നതിലും വളരെയധികം അഭിമാനമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും ഡിസ്റ്റ് അങ്കമാലി എല്ലാ സ്റ്റാഫിനും, പ്രിൻസിപ്പാളിനും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും എല്ലാവർക്കും നേരുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിലൂടെ പങ്കെടുത്ത് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിനെ കുറിച്ച് 2 വാക്ക് ആരെങ്കിലോടും പറയാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഐ എം വെരി പ്രൗഡ് ടു ബി, ഐ എം വെരി പ്രിവിലേജ്ഡ് ടു ഷെയർ ദി എക്സ്പീരിയൻസ് ഇൻ ഡിസ്റ്റ്. താങ്ക് യു. നമസ്കാരം, ഞാൻ മീര ആൻഡ്രൂസ്. പ്രൗഢമായ ഈ കലാലയത്തിലെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. 2011 ബാച്ചിൽ പാസ് ഔട്ടായ എനിക്ക് ഈ വിദ്യാലയം ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ സമ്മാനിക്കും മുൻപേ ഇങ്ങനെയൊരു വേദിയിൽ ഒരുമിച്ച് കൂടാനും നമ്മുടെയൊക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കലാലയത്തെ പറ്റി ഓർക്കുമ്പോൾ ഇത് വിൻസെൻഷ്യൻ ഫാദേഴ്സ് നടത്തുന്ന ഈ കലാലയം നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മൂല്യവളർച്ചയ്ക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ എല്ലാവരെയും. ഈ കലാലയത്തെ പറ്റി ഓർക്കുമ്പോൾ ഇവിടെ വന്ന ഓരോ ദിവസം മുതലും ഞങ്ങൾ 3 വർഷം ചെലവഴിച്ച ഓരോ സെമസ്റ്ററുകളിലും ഓരോ വർഷങ്ങളിലും ഞങ്ങളുടെ ബാച്ചിന് ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്താൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു സമ്പത്തായി ഞാൻ ഓർക്കുന്നത്. കാരണം PG വിദ്യാർത്ഥികളായി ഞങ്ങളെ സംബന്ധിച്ച് ഈ കോഴ്സിന് ശേഷം പുറത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെ അധ്യാപകരുടെയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും അനുഗ്രഹവും കൊണ്ടുകൂടിയാണ്. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇനിയൊരു നൊസ്റ്റാൾജിക് മെമ്മറി നമ്മളെ എവരെയും മുറിപ്പെടുത്തുന്നതിന് മുൻപേ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഏവർക്കും നന്ദി. ഞാൻ റിനു പീറ്റർ. ഇവിടെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എൻ്റെ കോളേജിൽ MSW 10 ബാച്ചിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് മീൻസ് MSW കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ ഈ സുദിനത്തിൽ ഞാനിവിടെ ആയിരിക്കുന്നത്
എന്താ പറയുക, അലൂമിനൈ 2012 ഓർ നൊസ്റ്റാൾജിയ 2012 എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ്. നൊസ്റ്റാൾജിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഒരു കൂടിച്ചേരൽ, അല്ലെങ്കിൽ പഴയ നമ്മുടെ ഫ്രണ്ട്സുമൊത്തുള്ള ആ ഓർമ്മകൾ ഒന്നും കൂടി റീവൈൻഡ് ചെയ്തെടുക്കുക. ഇതിനെല്ലാം സാധിക്കുന്നത് ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സപ്പോർട്ട് കൂടിയാണ്. ഡീപോളിനെ കുറിച്ച് പറയുമ്പോൾ 4 PG കോഴ്സുകളും അതിനോടനുബന്ധിച്ച് തന്നെ ഡിഗ്രി കോഴ്സുകളും സപ്പോർട്ട് ചെയ്യുന്നു. 100% എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോട് കൂടി. ഇപ്പോൾ എനിക്ക് ഡീപോളിനെ കുറിച്ച് പറയാൻ സാധിക്കുക ഒന്നാണ്, എൻ്റെ കോളേജ്. ഞാനിപ്പോൾ ഡീപോളിന് പുറത്തുനിന്ന് ഡീപോളിനെ നോക്കിക്കാണുകയാണ്. ഒരുപാട് വളർച്ച ഇനിയും ഡീപോളിന് കൈവരിക്കാനുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡീപോളിന് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഡീപോൾ ടൈപ്പ് ആയിരിക്കുന്നത് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ. എൻ്റെ ബാച്ചിൽ നിന്ന് തന്നെ 5 പേർ ഈ വർഷം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് പ്ലേസ്മെൻ്റായിട്ട്. അതുതന്നെയാണ് ഡീപോൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ ഭാവിയും ഡീപോളിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. അലൂമിനയിൽ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരുപാട് വളർന്നിരിക്കുന്നു. എല്ലാം ഡീപോളിൻ്റെ ഒരു സപ്പോർട്ട് കൂടി മാത്രം. പ്രിയ അലൂമിനീസ്, ഒരു 10 മിനിറ്റ് ഒഫീഷ്യൽ മീറ്റിംഗ് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള 10 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് അടുത്ത വർഷങ്ങളിൽ ഈ അലൂമിനിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരു ഓഫീസ് ബെയർസ്, ഒരു സ്ട്രെങ്തൻ ബോഡി നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആക്റ്റീവ് മെമ്പേഴ്സിനെ വേണം നിങ്ങളുടെ ഇടയിൽ. നിങ്ങൾ തന്നെ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ആ ഓഫീസ് ബെയറേഴ്സിന് ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ. ഈ 5 തസ്തികകളാണ് നമുക്ക് വേണ്ടത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ. അപ്പോൾ നിങ്ങളിൽ നിന്ന് നോമിനേഷൻ വരിക, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ളവരെ നമുക്ക് ആവശ്യമുണ്ട്. അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പ്രസിഡന്റിനെയാണ്. പ്രസിഡന്റിന് ഒരു നോമിനേഷൻ നമുക്ക് ആവശ്യമാണ്. പേര് നിർദ്ദേശിക്കാവുന്നതാണ്. ജോൺ ജോസഫ്. Okay, so John is selected as the president of Alumni 2012. Vice President, Pranay Gote, backside. Vice President. Nikhil. MSW. Nikhil Kunde. Nikhil VK, MSW. Okay, so Vice President is Nikhil VK, MSW. Now Secretary. The Secretary is our expert and organizer. Ajit P. Kumar. Okay. Ajit P. Kumar. Secretary. നമ്മളെപ്പോഴും സ്ത്രീ ശാസ്ത്രീയത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഒത്തിരി വേറെ നമ്മൾ പ്രസംഗിക്കുന്നില്ല. അതിന്റെ ഒരു ബലം ഇവിടെ കാണുന്നില്ല. ജോയിന്റ് സെക്രട്ടറി നമുക്ക് ഒരാൾ വേണം. ജോയിന്റ് സെക്രട്ടറി അത് അവരുടെ കുടുംബകാര്യോ എനിക്ക് തോന്നുന്നു മറ്റൊരാൾ റിൻസി തോമസ്. ഓക്കെ, റിൻസി തോമസ്. റിൻസി റിൻസി കണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ട്രഷറർ വേണം. പൈസയാണ് എല്ലാത്തിനും പിൻബലമായിട്ട് വരിക. ട്രഷറർക്ക്
MBA കുറെ പേരോട് കാണുന്നില്ല രജിസ്റ്റർ ചെയ്ത്. ജിയോ. ഓക്കെ, ജിയോ ഫുൾ നെയിം ജിയോ ജോയ്. ജിയോ ജോയിനെ ട്രഷറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഓഫീസ് ഡയറക്ഷൻ ഒന്നുകൂടി അനൗൺസ് ചെയ്യാണ്. പ്രസിഡന്റ് മിസ്റ്റർ ജോൺ ജോസഫ്. ഒന്നുകൂടി ജോൺ. വൈസ് പ്രസിഡന്റ് നിഖിൽ ബി ടി. സെക്രട്ടറി അജിത് പി കുമാർ. ജോയിന്റ് സെക്രട്ടറി റിൻസി തോമസ്. ട്രഷറർ ജിയോ ജോയ്. ഓക്കെ, താങ്ക് യു. നമ്മൾ അച്ചീവ്മെന്റ് ഒഫീഷ്യൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു ഫോർ. Always a remembrance that cherishes beautiful days of the past. It is also an opportunity to meet old friends, classmates and teachers. Now, let's all rise to seek the blessings of Almighty. For that, I invite Nejwa and Anju of MHRM 11 to lead the invocation. Seasons refreshing, sing from the Savior above. Showers of blessing free. Mercy the flowers are falling, but for the showers we plead. Now, may I request our principal, Reverend Father Alex Charinadi DC, to deliver the welcome address on this auspicious occasion. Good morning. Good morning. ബഹുമാനപ്പെട്ട പോളച്ച അധ്യക്ഷൻ ജോൺ ജോസഫ്, ഡേറ്റിനറ്റ് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഡെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് ഈ ഒത്തുചേരൽ. ഡെസ്റ്റ് ഇവിടെ സ്ഥാപിതമായിട്ട് 10 വർഷം ആകുന്ന ഈ അവസരത്തിൽ പ്രത്യേകമായി ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നൊസ്റ്റാൾജിയ എന്ന പേരിൽ നമ്മളിവിടെ ഒന്നിച്ചു ചേരുമ്പോൾ മനസ്സിൽ നിറയെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പരം പങ്കുവെക്കുന്നതിൻ്റെയും ആവശ്യകത നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വീട്ടിൽ നിന്ന് വളരെ അകന്നു കഴിയുന്ന വ്യക്തികൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അടുത്ത് കാണുവാൻ കിട്ടുന്ന അവസരം നമ്മുടെ മനസ്സിൽ ഒത്തിരി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളാണ്. നമ്മെ വലുതാക്കിയ, വളർത്തിയ, ജന്മം നൽകിയ മാതാപിതാക്കൾ ഒരു കലാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാതാവിൻ്റെ, ഈ അമ്മയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഈ പിതാവിൻ്റെ സ്ഥാനത്താണ്. കലാലയം നമ്മെ ഓരോരുത്തരെയും അറിവിൻ്റെ ലോകത്തിലേക്ക് ജന്മം നൽകുകയും അറിവിൻ്റെ ലോകത്തിൽ വളർത്തുകയും ചെയ്യുന്ന ഏതാണ്ട് മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. അതുകൊണ്ട് നാം പഠിച്ച് പുറത്തിറങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ
വീണ്ടും നമ്മൾ പഠിച്ച കലാലയത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നതും ആനന്ദവും സന്തോഷവും അഭിമാനവുമാണ്. ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യാം. ഏതാണ്ട് ഈ ഒരു അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഒത്തിരിയധികം പേര് ഇവിടെ കൂടിയിട്ടില്ല. പല പല കാരണങ്ങളാൽ ഇവിടെ ഒത്തുചേരാൻ സാധിക്കാത്തവരാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഒന്നു ചേർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10ാം വർഷത്തിൽ ഈ ഒത്തുചേരൽ ഇവിടെ ആരംഭം കുറിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് 3 പ്രാവശ്യം നമ്മൾ അലൂമിനി എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം 3 പ്രാവശ്യം കൂടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു രീതിയിൽ നമ്മൾ കൂടിയിട്ടില്ല. ഇതൊരു ആരംഭമാണ്. ഇനി എല്ലാ വർഷവും ഇതുപോലെ മെയ് മാസം 2nd സാറ്റർഡേ നമ്മൾ ഈ അലൂമിനി മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിക്കുകയാണ്. യാത്രയുടെ സമയത്ത് എൻ്റെ ഒരു അധ്യാപകന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സമ്മാനം ഞാൻ വാങ്ങിക്കുകയുണ്ടായി. തിരിച്ചു വന്ന് എൻ്റെ അധ്യാപകനെ തേടി ഞാൻ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അധ്യാപകന്റെ വീട്ടിൽ ആദ്യമായിട്ട് പോവുകയാണ്. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേര് DC മേനോൻ എന്നാണ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ച വിഷയം ഫിസിക്സ് ആണ്. ഞങ്ങളുടെ ലെക്ചർ ഇൻചാർജ് ആയിരുന്നു. വളരെ ആത്മബന്ധം അന്ന് മുതലേ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ തേടി ആലപ്പുഴയിൽ എത്തുകയാണ്. അദ്ദേഹം റിട്ടയർഡായി, പ്രായമായി. അദ്ദേഹം വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ച് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ വരുന്നുണ്ട്. സാറ് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാകും. അപ്പം അങ്ങനെ സാറ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ സാറ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകന്റെ മനസ്സിൽ ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പൂർണ്ണത ആ കണ്ണുകളിൽ ഞാൻ ദർശിക്കുകയായിരുന്നു. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം താൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികള് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നതിന് ശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ആ സന്തോഷത്തിന് ഒരുപക്ഷെ അതിരുകളില്ല. ഈ അതിരുകളില്ലാത്ത ആനന്ദവും സന്തോഷവുമാണ് ഞാൻ ആ സാറിന്റെ മുഖത്ത് കണ്ടത്. സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കലാലയത്തിന് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ചുമരുകൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ ചുവരുകള് നിങ്ങളെ പറ്റി പറയും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഉണ്ടാകുന്ന സന്തോഷവും വളരെ വലുതാണ്. ഈ അനുഭവങ്ങളുടെ നിറവിൽ നിന്ന്, ഈ നൊസ്റ്റാൾജിയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വെൽക്കം ചെയ്യാനായിട്ട്, സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ഉദ്ഘാടനത്തിനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ മാനേജറും വിൻസെൻഷൻ സഭയുടെ മേരിമാത പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ വലിയ ബഹുമാനപ്പെട്ട പോൾ പുതുവ അച്ഛനാണ്. ഒരുപക്ഷെ കുറെ പേരെങ്കിലും അച്ഛനെ അറിയുന്നതാണ്. അച്ഛൻ 3 വർഷമായിട്ട് പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. ഈ 3 വർഷമായിട്ട് ഡിസ്ട്രിക്റ്റിന്റെ മാനേജറുമാണ്. ഇവിടെ കടന്നു വരികയും ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്ത നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട പോൾ പുതുവ അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ജോൺ ജോസഫ്. അദ്ദേഹത്തിനോട് കൂടെ പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡന്റ് നിഖിൽ ബി.ടി, സെക്രട്ടറി അജിൻ, ജോയിന്റ് സെക്രട്ടറി പ്രിൻസി, അതുപോലെ ട്രഷറർ ലിയോ ജോയ്, ഇവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ അലുമിനിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ചങ്കുറ്റത്തോടും ഊർജ്ജസ്വലതയോടും കൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യാണ്. ഈ അവസരത്തിൽ ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന
ജോണിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഡെയ്സൺ വെട്ടിയാടനച്ചൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഡിസ്റ്റിന്റെ വളർച്ചയിൽ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെയ്സനച്ചൻ. തീർച്ചയായിട്ടും അച്ഛന് ഈ ഡിസ്റ്റിനോടുള്ള ബന്ധം വളരെ വലുതാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഡെയ്സനച്ചന് ഏറ്റവും കൃത്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ജോർജ് അച്ഛൻ, നിങ്ങൾ കുറെ പേരെങ്കിലും അറിയും. അച്ഛൻ ഇതിന് മുമ്പ് ആന്ധ്രാപ്രദേശിലുള്ള സെന്റ് വിൻസെന്റ് കോളേജിലെ സെന്റ് വിൻസെന്റ് പോൾ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. കഴിഞ്ഞ വർഷം അച്ഛൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. അച്ഛൻ ഒരു വർഷമേ ആയുള്ളൂവെങ്കിലും നീണ്ട വർഷങ്ങളുടെ ഒരു ആഴമേറിയ ഒരു അടുപ്പം ലിസ്റ്റുമായിട്ട് പുലർത്തുന്നുണ്ട്. ഓരോ പ്രവർത്തനങ്ങളിലും ഈ ആഴമേറിയ ലിസ്റ്റുമായുള്ള ആഴമേറിയ ഒരു അനുഭവമാണ് അച്ഛന്റെ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നത്. അച്ഛനെ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപക സമൂഹത്തിലെ ഒരംഗവും ഡിപ്പോൾ കമ്പ്യൂട്ടർ അക്കാദമിയിലെ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സോമശേഖരനുണ്ണി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ കുറിച്ചും എനിക്ക് പറയുവാനുള്ളത്, തിരക്കിനിടയിലാണ് അദ്ദേഹം വന്നത്. ഇന്ന് 4 കോളേജുകളും അദ്ദേഹത്തിനെ സന്ദർശിക്കാറുണ്ട്. അഫിലിയേഷന്റെ സമയമാണ്. പല കോളേജുകളും കോഴ്സുകൾ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പല കോളേജുകളിലും ഇൻസ്പെക്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ സാറിനെ കണ്ടുകിട്ടുവാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇന്നലെ രാത്രി ഞാൻ സാറിനോട് വിളിച്ചു പറഞ്ഞു, ഇന്ന് മീറ്റിംഗിൽ സാറ് വന്നിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 2-3 കോളേജിൽ ഇന്ന് രാവിലെ തന്നെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ടേ പോയാൽ മതി, സാറ് ഇവിടെ 11 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഇവിടെ അറിയിക്കുകയുണ്ടായി. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 8 വർഷത്തെ പരിചയമാണ് ഉള്ളത്. പക്ഷേ ഈ 8 വർഷത്തെ പരിചയം ഇന്ന് നോക്കിക്കാണുമ്പോൾ ഒരു 80 വർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. ഒരു ഫോൺ വിളിയിൽ ആരംഭിച്ച ഒരു ബന്ധം വളരെ അടുത്ത ഒരു ആത്മബന്ധത്തിലേക്കും, അതോടൊപ്പം തന്നെ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എനിക്കൊരു സുഹൃത്തായി ലഭിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഏതൊരു കാര്യത്തിലും ഉണ്ണി സാറിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഏതൊരു കാര്യത്തിലും സഹായിക്കുവാനും ഉണ്ണി സാറ് റെഡിയാണ്. അതുപോലെ തന്നെ ഈ ആത്മബന്ധം ഇത്രമാത്രം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും മുൻകൈ എടുത്തത് ഉണ്ണി സാറാണ്. എനിക്കധികം ഈ ബന്ധം നിലനിർത്താനായിട്ട് കഴിവ് കുറവായതുകൊണ്ട് ഉണ്ണി സാറ് അതിന്റെ ഇരട്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ആ ബന്ധം നിലനിർത്താനായിട്ടുള്ള കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ വളരെ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഈ അവസരത്തിൽ ഉണ്ണി സാറിനെ വിളിച്ച ഉടനെ തന്നെ എത്ര തിരക്കുണ്ടായിട്ടും റെഡിയായിട്ട് കടന്നു വരികയും ചെയ്ത ഉണ്ണി സാറിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആരംഭം മുതൽ ഇവിടുത്തെ MCA ഡിപ്പാർട്ട്മെന്റ് HOD ആയിരിക്കുന്ന ജേക്കബ് സാറ്, അദ്ദേഹമാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജേക്കബ് സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് MCA ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും തന്നെ പരിചയമുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സാറ് ഇവിടെ MCA ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്നുള്ളതും സാറിന്റെ ഡീലിങ്സും സാറിന്റെ പ്രവർത്തന രീതികളും ബന്ധവും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആരുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അതുപോലെ തന്നെ സുന്ദരമായ ഒരു റിലേഷൻഷിപ്പ്, പ്ലസന്റ് ആയ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ജേക്കബ് സാർ. ജേക്കബ് സാറിന്റെ കഴിവിനെ കുറിച്ച് അധികമൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടും കൃത്യതയോടും കൂടി ഞാൻ ജേക്കബ് സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അലുമിനി അസോസിയേഷന്റെ സെക്രട്ടറി മിസ്റ്റർ അജിൻ ഈ വേദിയിലുണ്ട്.
ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോണും അതുപോലെ തന്നെ മറ്റു ടീം അംഗങ്ങളും ഒരുമിച്ച് ഈ അലൂമിനിയെ നയിക്കുകയും വളരെ ശക്തിയായ ഒരു സംഘടനയായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പ് എനിക്കുണ്ട്. ഈ അവസരത്തിൽ അജിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ ഇവിടെ പലരും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് MSW, MBA, MHRM, MCA ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഫിനാൻസ് ഓഫീസർ ബൈജു അച്ഛൻ ഇവിടെയുണ്ട്. നമുക്കറിയാം അച്ഛന് 2 വർഷമായിട്ട് ഡിസ്റ്റിലും കമ്പ്യൂട്ടർ അക്കാഡമിയിലൊക്കെ ആയിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഏതൊരു കാര്യത്തിലും വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ ചുറുചുറുക്കോടുകൂടെ, ആരോഗ്യത്തിൽ കവിഞ്ഞ ചുറുചുറുക്കോടുകൂടെ എന്ന് എനിക്ക് പറയാനായിട്ട് എപ്പോഴും സാധിക്കും. അത്രമാത്രം ചുറുചുറുക്കോടും അതുപോലെ തന്നെ സമയം നോക്കാതെ സമയാന്തരമല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബൈജു അച്ഛൻ ഇവിടെയുണ്ട്. ബൈജു അച്ഛനെയും അതുപോലെ തന്നെ എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, തീർച്ചയായും നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഒരുപക്ഷെ നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെയല്ല ഈ അവസരത്തിൽ നിങ്ങളെ കാണുന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായത്തിനും വളരെ സന്തോഷത്തോടുകൂടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Father, for the warm words of welcome. Now, let me call upon Very Reverend Father Paul Pudua VC, Provincial Superior, Merimara Province, to light the lamp and inaugurate Nostalgia 2000 Church. അധ്യാപക സുഹൃത്തുക്കളെ, അലുമിനി മീറ്റിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡിസ്റ്റ് 10 വർഷത്തിൻ്റെ തികവിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുകയാണ്. അലുമിനി മീറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നൊസ്റ്റാൾജിയ എന്ന പേര് തന്നെയാണ്.
അതിന് ഏറ്റവും ഇണങ്ങുന്ന പേരും അത് തന്നെയാണ്, നൊസ്റ്റാൾജിയ. അലക്സ് അച്ഛൻ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ വാക്കുകളിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു, കേൾക്കാൻ പറ്റുമായിരുന്നു. പഴയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇവിടെ ഈ ലിസ്റ്റിലൂടെ കടന്നുപോയ നിങ്ങൾ ഇവിടെ വന്ന് ഈ പ്രത്യേകമായിട്ടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തിയും അലക്സ് അച്ഛൻ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും നിങ്ങളും അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെയേറെ വർഷങ്ങൾ ഈ സ്ഥാപനത്തെ നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ പങ്കുചേരുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഈ പ്രത്യേകതയിലും ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിന്റെ സന്തോഷത്തിലും തീർച്ചയായും ഇതുപോലെയുള്ള ഒരു മീറ്റിംഗ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവപ്രദമാണ്. അത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പട്ടം കിട്ടിയതിന് ശേഷം ഞാൻ പഠിച്ച എൻ്റെ കലാലയത്തിൽ ചെന്ന ഒരനുഭവം എനിക്കുണ്ട്. 15 വയസ്സിൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം 10-12 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ച സ്കൂളിൽ പട്ടം സ്വീകരിച്ച് ഒരു വൈദികനായതിനു ശേഷം ഒരു സ്വീകരണം ഒരുക്കിയപ്പോൾ ഞാൻ പോയത്. അവിടെ പോയപ്പോൾ അവിടുത്തെ പഴയ അധ്യാപകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എനിക്ക് പിന്നാലെ വന്ന കുട്ടികളുണ്ട്. അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്ന ഒരനുഭവം എനിക്കുണ്ടായി. കാരണം വർഷങ്ങൾ പഠിച്ച, വർഷങ്ങൾ സുഹൃത്തുക്കളുമായി ചെലവഴിച്ച, എന്നെ ഒരുപാട് വളർത്തിയ ഒരു സ്ഥാപനത്തിലേക്ക് വീണ്ടും ഞാൻ കടന്നു ചെല്ലുമ്പോൾ, അത് ഒരു വൈദികനായി ഒരു ജീവിതത്തിന്റെ ഒരു അന്തസ്സിലേക്ക് പ്രവേശിച്ച് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവമായിരുന്നു അന്ന് ഉണ്ടായത്. തീർച്ചയായും നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ വളരെ വിശിഷ്ടമായ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പോ ഇവിടെ നിന്ന് കടന്നുപോയവരാണ് നിങ്ങൾ. അലക്സ് അച്ഛൻ വാക്കുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ കലാലയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്നത് മാതാപിതാക്കളുടെ അടുത്തേക്ക് മക്കൾ വീണ്ടും കടന്നു വരുന്ന ഒരു അനുഭവം പോലെയാണെന്ന് പറഞ്ഞു. കുറച്ചുകൂടി മറ്റൊരു വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് മക്കൾ കടന്നു വരുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ പഠിച്ചിറങ്ങിയ കലാലയത്തിലേക്ക് വീണ്ടും വരിക, ഓർമ്മകൾ വീണ്ടും പുതുക്കുക, അവിടെയുള്ള അധ്യാപകരെ വീണ്ടും കണ്ടുമുട്ടുക, ഒന്നിച്ചു പഠിച്ച സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, നമ്മെ വളർത്തി വലുതാക്കിയ ഈ സ്ഥാപനത്തിൽ വീണ്ടും കുറച്ച് സമയം ചെലവഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു അനുഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം വരെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ് നമുക്ക് ഒന്നിച്ചു കൂടാനായിട്ട് പറ്റുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഒന്നിച്ചു കൂടണം എന്ന് വിചാരിച്ചാലും പലപ്പോഴും നടക്കണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ നീണ്ടുപോകും. നമുക്ക് കൂടാം എന്നൊക്കെ പറയാമെങ്കിലും നമ്മൾ പലപ്പോഴും കൂടില്ല. കാരണം പല ജോലി തിരക്കുകളിലാണ് നമ്മളൊക്കെ, ജീവിതത്തിന്റെ തിരക്കുകളിലാണ് നമ്മളൊക്കെ. പക്ഷേ ഇങ്ങനെ കലാലയം വീണ്ടും നമ്മളെ വിളിക്കുമ്പോൾ, ഒരു സാഹചര്യം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരുമ്പോൾ നമുക്ക് വന്നെത്താനും ഒന്നിച്ചുകൂടാനും കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേരിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിനെ പഠിച്ചു കടന്നുപോയവരാണ്. പക്ഷേ വന്നിരിക്കുന്നവർ വളരെ ചുരുക്കം പേരാണെങ്കിലും എനിക്കറിയാം ഇത് ഒരു വലിയ തുടക്കം തന്നെയാകും എന്നെനിക്കറിയാം. ഇലക്ഷൻ നടത്തി പുതിയ ഭാരവാഹികളൊക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒന്നിച്ചു ചേരണം എന്നുള്ള താല്പര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സമ്മേളനങ്ങളും ഒന്നിച്ചുകൂടലുകളും വേണം എന്ന് ഞാനും തീർച്ചയായിട്ടും ആശിക്കുകയാണ്. എല്ലാ വർഷവും തന്നെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നത് വളരെ പ്രസക്തമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ്. ഡിസ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഇറങ്ങിപ്പോകുന്ന നമുക്ക് ഒരുപാട് മൂല്യങ്ങളിൽ അടിയുറച്ച് വളരാൻ സാഹചര്യം കിട്ടിയ നമുക്ക് ഒരു കൗണ്ടർ കൾച്ചർ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ അടുത്ത നാളുകളിലാണല്ലോ നമ്മെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി അവന്റെ കൂട്ടുകാരനെ, അല്ലെങ്കിൽ നേരത്തെ ശത്രുതയിലായിരുന്ന പഴയ ഒരു കൂട്ടുകാരനെ കൊന്ന ഒരു സംഭവം. അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സംശയിക്കുന്നത് കൂടെയുള്ള പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ള മാനുഷികമായ മൂല്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൗണ്ടർ കൾച്ചർ വളർത്തിയെടുത്ത് കൂടുതലായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളിലേക്ക് കടക്കാൻ, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. ഒരുപക്ഷെ ഇവിടെയുള്ള ഈ അലുമിനി മീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയേക്കാൾ ഉപരി ഇങ്ങനെയുള്ള വളരെ പ്രത്യേകമായ സമൂഹത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാനും അതിലേക്ക് കടക്കാനും സമൂഹത്തെ വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള ചില നിലപാടുകളിലേക്ക് കടക്കാനും സാധിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ 10 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഡിസ്റ്റ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് സമുചിതമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയും ഇത് വിളിച്ചുകൂട്ടാനായിട്ട് മുന്നോട്ട് വന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന 40ഓളം പേര്, ഈ കലാലയത്തിൽ പഠിച്ചു പോയ 40ഓളം പേര് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ സൗഹൃദ കൂട്ടായ്മ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ അലുമിനി മീറ്റ്, ഇന്നത്തെ അലുമിനി മീറ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ Thank you, Father, for your reading of Nostalgia 2012. Next, I invite Mr. John Joseph, MCA 06, President-elect of the Alumni Association, for addressing the gathering. Members of the dais, teachers, and my dear friends. ഞാൻ ഇവിടെ പ്രോഗ്രാം ഷെഡ്യൂളിന്റെ ടൈറ്റിൽ നോക്കിയായിരുന്നു, നൊസ്റ്റാൾജിയ 2012. തീർച്ചയായിട്ടും ഞാനൊരു അരമണിക്കൂറായിട്ട് എന്റെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിൽ വരുന്നില്ല, ബിക്കോസ് ഓഫ് ദ ടൈറ്റിൽ നൊസ്റ്റാൾജിയ 2012. നമുക്കൊക്കെ നമ്മൾ പഠിച്ച കലാലയത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമ്മളവിടെ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തുകൊണ്ട് പാസ് ഔട്ട് ആയിപ്പോയി. ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് റെസ്പോൺസിബിൾ നമ്മൾ പഠിച്ച കോളേജും നമ്മളെ ഇതുവരെ എത്തിച്ച ഫാക്കൽറ്റിയുമാണ്. നമ്മൾ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിച്ചു ചിരിച്ചു, നമ്മൾ ചെയ്യാതായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിനെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അലക്സ് ഓഫീസ് റൂമിലെ വിളിച്ച് വരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അലൂമിനി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ കഴിഞ്ഞു. ഇപ്പൊ ഞാനൊക്കെ പാസ് ഔട്ട് ആയിട്ട് 3 കൊല്ലം. ഇന്നിരിക്കുന്ന എല്ലാവരും ഇന്നൊരു സെൽഫ് എംപ്ലോയിഡ് ആണ്. ഒരു നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. സോ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ കോളേജ് ആൻഡ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ സൊസൈറ്റി. നമ്മുടെ ബഹുമാനപ്പെട്ട പോൾ പുതുവച്ചൻ പറഞ്ഞ പോലെ നമുക്കൊരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അലൂമിനീസ് നമ്മളിപ്പോ 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ എത്ര സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് വിവിധ മേഖലകളിൽ സക്സസ്ഫുൾ ആണ്. എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഒന്നല്ല ഒട്ടനവധി കാര്യങ്ങൾ ഈ അലുമിനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ദ ടൈം ടു റിട്ടേൺ ബാക്ക് ദ ഫേവർ ദാറ്റ് ദി കോളേജ് ഹാസ് ഗിവൺ us. നമ്മളിന്ന് വിജയത്തിലാണെങ്കിൽ അതിന്റെ ഒരു ഭൂരിപക്ഷം പങ്കും നമ്മൾ ഇതുവരെ എത്തിച്ച കോളേജിനാണ്. ഒരുപാട് സംസാരിക്കുന്നതിലല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ കൂട്ടായ്മ ഒരു വൻ വിജയത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, sir, for the presidential address. Now we are going to have the website launching. I call upon Very Reverend Father Paul Pudua VC to launch the Alumni Association website.
I may request Reverend Father Jason Vityanath, VC, Director, Divine Vision, Mulnoor, for felicitation. സ്നേഹമുള്ള പോൾ പുതുവാച്ച, അലക്സ് അച്ച, മിസ്റ്റർ ജോ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രേമ അധ്യാപകരെ, കൂട്ടുകാരെ, നൊസ്റ്റാൾജിയ 2012 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു സുദിനം. DePaul Institute of Science and Technology 10 വർഷം പൂർത്തിയാക്കിയതിന് നിറവിൽ സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിന്നും ഓരോ വർഷങ്ങളിലായി പടിയിറങ്ങിപ്പോയ, പഠിച്ചു കടന്നുപോയ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി തിരിച്ചു വന്ന് സന്തോഷിക്കുന്ന ഒരു സുദിനം. ഈ അവസരത്തിൽ ഈ നൊസ്റ്റാൾജിയ 2012 എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തുചേരൽ, ഒരുമയുടെ ഒരു ആഘോഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് തങ്ങളുടെ സ്വന്തമെന്ന് കരുതി ചേർത്ത് വെച്ച ആ വിദ്യാലയത്തിലേക്ക്, സ്ഥാപനത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും പുതുക്കാനുള്ള ഒരു അവസരം. ജീവിതത്തില് ബന്ധങ്ങളാണ് മനുഷ്യനെ വളർത്തുന്നത്. കണ്ടുമുട്ടിയ ബന്ധങ്ങൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കാനും ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു അവസരമായി ഇന്നത്തെ ഈ സുദിനം മാറിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒത്തുചേരലിന്റെ ഈ അവസരത്തിൽ പഴയ കാലഘട്ടങ്ങളിലെ ഒത്തിരിയേറെ ഓർമ്മകൾ മനസ്സിലുണ്ട്. മധുരപരമായ ഓർമ്മകൾ, കൈപ്പേറിയ ഓർമ്മകൾ, ഇവയൊക്കെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ജീവിതം സമ്പന്നമാകുന്നത്. ഇപ്പോൾ സമയം 12:45 കഴിഞ്ഞു. ഭക്ഷണത്തിന് സമയമായി. വർഷങ്ങൾക്ക് മുമ്പേ ക്ലാസ്സിലിരുന്നപ്പോൾ ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരുന്ന സമയം. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. നമ്മൾ ഭക്ഷിക്കാനായിട്ട് കടന്നു വരുമ്പോൾ മേശയിൽ വിളമ്പുന്ന ഒത്തിരിയേറെ വിഭവങ്ങളുണ്ട്. ഒത്തിരിയേറെ രുചികൾ പ്രദാനം ചെയ്ത വിഭവങ്ങള്, മധുരമുള്ളത്, എരിവുള്ളത്, കയ്പുള്ളത്, ഇങ്ങനെ പലവിധ രുചിഭേദങ്ങൾ ഒന്നുചേരുന്ന ഊട്ടുമേശയിൽ നിന്ന് എല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ഭക്ഷണമേശയിലെ ഒരു അനുഭവമാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. നിങ്ങളും ഇവിടെ ആയിരുന്നപ്പോൾ ജീവിതത്തിൽ ലഭിച്ച ഒത്തിരിയേറെ രുചിക്കൂട്ടങ്ങളുടെ ഒരുമയുടെ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ വേദനിപ്പിച്ച നിമിഷങ്ങൾ, ദുഃഖിപ്പിച്ച നിമിഷങ്ങൾ അല്പമൊക്കെ ഉണ്ടാകാം. ഏറെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ അധികമായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഡിജിറ്റലിൽ നിന്നും കടന്നുപോയപ്പോൾ ഈ ഓർമ്മകളും ഈ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെ ഇത്രയും നാൾ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ഒരു നിമിഷം, ഈ ഒരു മണിക്കൂർ അതെല്ലാം മാറ്റിവെച്ച്, തിരക്കുകൾ മാറ്റിവെച്ച് പഴയ ആ അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഡിജിറ്റലിലേക്ക് കടന്നു വന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും പുതുക്കട്ടെ, അനുഭവങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തട്ടെ. നൊസ്റ്റാൾജിയ നിങ്ങളെ ഇന്ന് വലിയ ഒരു ദൗത്യം ഏൽപ്പിച്ച് നിങ്ങളെ അയക്കുകയാണ്. വീണ്ടും ഒത്തുചേരാനുള്ള ഒരു ദൗത്യം, സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രതിസംസ്കാരത്തിന്റെ വക്താക്കളായി ജീവിക്കാനുള്ള ഒരു ദൗത്യം, സമൂഹത്തിന് വേണ്ടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ ഞാൻ ഡിസ്റ്റിന്റെ സ്വന്തമാണ്, ഡീപോളിന്റെ സ്വന്തമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം, മറ്റുള്ളവരുടെ മുമ്പിൽ നന്മകളും മാതൃകകളും അവശേഷിപ്പിക്കാനുള്ള വലിയൊരു ദൗത്യം. ഈ ഒരു ദൗത്യം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും സ്നേഹപൂർവ്വം നൽകുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Now I may request Dr. P.K. Somashekar Nonni, Syndicate Member, NG University, and Course Coordinator, NG University of Campus Center, DePaul Computer Academy, for felicitation. വന്ദിനായ പോൾ പുതുവച്ചൻ, എൻ്റെ പ്രിയങ്കരനായ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ
കഴിഞ്ഞ വർഷം ഔദ്യോഗികമായ കാരണങ്ങളാൽ നമ്മളിൽ നിന്ന് അല്പം അകന്ന്, എന്നാൽ ഇന്നും നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ യേശുവച്ച്, ഇപ്പോൾ വൈസ് പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന നമ്മളുടെ പ്രിയങ്കരനായ ജോർജ് അച്ഛൻ, കളിയൻ സർ, നൊസ്റ്റാൾജിയ 2012 എന്ന ഓമന പേര് നൽകി അലുമിനി അസോസിയേഷൻ ഇന്ന് ഏതാണ്ട് 11 മണിയോട് ഒഫീഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സംരംഭത്തിന്റെ ചുക്കാൻ പിടിക്കുവാനായി ഇവിടെ എത്തിയ ആളുകൾ തിരഞ്ഞെടുത്ത എന്റെ പ്രിയപ്പെട്ട യുവരക്തങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിൽ പലരും എന്നെ ഇവിടുത്തെ അധ്യാപകനായി കണ്ടു കാണാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഞാൻ എത്തിക്കഴിഞ്ഞ് എവിടെ നിന്ന് പോയ ആളുകൾ സാധാരണതയിൽ കുറവാകാനാണ് സാധ്യത. എന്നാൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് പടിയിറങ്ങിയ വിവിധ കോഴ്സുകളിൽ പഠിച്ച, ഇണങ്ങിയും പിണങ്ങിയും ദിവസങ്ങൾ തള്ളി നീക്കിയ ഒരുപറ്റം നല്ല സുഹൃത്തുക്കളാണ് എന്റെ മുമ്പിലുള്ളത്. എണ്ണിയാൽ ശുഷ്കമെങ്കിലും മാനസികമായി അലുമിനി സൊസൈറ്റിയുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിൽ ഒരു വർക്കിംഗ് ഡേയിൽ പലരും ഭാര്യയോടും കുട്ടിയോടും ഒത്ത് ഈ സുദിനത്തിൽ ഇവിടെ എത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് കാണുമ്പോഴേ. കാരണം 2009 ഞാൻ ഡിഗ്രി പ്രീ-ഡിഗ്രി പഠിച്ചിരുന്ന കോളേജിൽ ഞാൻ എൻ്റെ ഭാര്യയും മകനും മരുമകളും കൊച്ചുമകനും മകളും മകളുടെ മകളുമായി ഇതുപോലൊരു അസോസിയേഷൻ മീറ്റിംഗിന് പങ്കെടുക്കുകയുണ്ടായി. അവിടെ വർഷങ്ങൾക്ക് പഴക്കമുള്ള കോളേജാണ്, ചങ്ങനാശ്ശേരി SP കോളേജാണ്. വിശാലമായ തൊടിയാണ് കോളേജിനുള്ളത്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഹോസ്റ്റലുകൾ, ക്ലാസ് റൂമുകൾ. അവിടെ ചെല്ലുമ്പോൾ എന്റെ കൊച്ചു മകള് അപ്പൂപ്പ പഠിച്ച കോളേജാണോ ഇതെന്ന് കേൾക്കുമ്പോൾ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള സന്തോഷം അത് എന്തുമാത്രം ഇരട്ടിയായി മൾട്ടിപ്ലയർ എഫക്ട് എനിക്ക് നൽകിയ സന്തോഷം. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞാലേ അതിന്റെ സുഖം കിട്ടൂ. അല്ലാതെ എത്രയേറെ പറഞ്ഞാലും അതിന്റെ സുഖം വ്യാപ്തമാവുകയില്ല. മറിച്ച് ഇവിടെ ഇന്ന് 2002 മുതൽ 2012 വരെ ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഇറങ്ങിയ പ്രിയപ്പെട്ട യുവതുർഗികളെ, നിങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിന് വേണ്ടപ്പെട്ട ആളുകളായി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്ന അധ്യാപകരുടെ ഉള്ളിൽ ഒരു എതിർപ്പുണ്ടാവും. അല്പം ഉഴപ്പ് മനസ്സത് കാണിക്കുന്ന കുട്ടികളോട് കൂടുതൽ സ്ട്രിക്റ്റ് ആകേണ്ട സ്ഥിതിവിശേഷം അധ്യാപകർക്കുണ്ടാവും. എന്നാൽ എന്റെ അനുഭവം പറയട്ടെ, പുസ്തക പുഴുക്കളായി വളരെയേറെ മിടുക്കനെന്ന് അഭിമാനിച്ച് നടന്നിരുന്ന പലരെക്കാളും അല്പം കുസൃതവും അല്പം പിണക്കവും ഇണക്കവും ഒക്കെ സമ്പാദിച്ച് കോളേജിൽ നിന്ന് വെളിയിൽ പോകുന്ന ആളുകൾ പങ്കിടുന്ന ആ സുഹൃത്ത് ബന്ധമുണ്ടല്ലോ, ആ നല്ല ബന്ധമുണ്ടല്ലോ, അത് എന്നും നറുമലരുകളായി സൂക്ഷിക്കുവാൻ അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സമൂഹവും ഒരുപോലെ പണിപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇവിടെ ഒരു കാലത്ത് വിദ്യാർത്ഥികളായി വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് എന്റെ കോളേജ് എന്ന ഫീലിംഗ് വരിക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാ പഠിക്കുന്നത്? ഡീപ്പോളില്ല. നിങ്ങളോട് ഇപ്പൊ ഒരാൾ ചോദിക്കുന്നു എവിടെയാ നിങ്ങൾ പഠിച്ചത്? എന്റെ ഡീപ്പോളില്ല. അവിടെയാണ് നിങ്ങളുടെ മാനസികമായ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള, സ്ഥാപനത്തിനോടുള്ള അകമഴിഞ്ഞ വർദ്ധിച്ചു വരുന്ന ആ സ്നേഹമുണ്ടല്ലോ, സ്വന്തം എന്ന് തോന്നുന്ന ഒരനുഭൂതി ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നൊസ്റ്റാൾജിയ 2012 മോഹന പേരിട്ട് തുടങ്ങിയ അലുമിനി അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾക്ക്
നല്ല രീതിയിൽ ഈ അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ നീങ്ങുന്നു. ക്ഷണിക്കുക. Thank you, sir. Now I invite Mr. Jacob Talian, Faculty in Charge, Alumni Association, for presentation. ബഹുമാനപ്പെട്ട ഓർമ്മ വെച്ച് അധ്യക്ഷോടായിരിക്കുന്ന ജോൺ, ഫാദർ അലക്സ്, വേദിയിലും സദസ്സിലിരിക്കുന്ന ശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ പഴയ മുഖം പുതിയ ഫ്രെയിമിൽ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അറിവ് കൊണ്ടും അഭിജാതി കൊണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ പഠിപ്പിച്ച ഓരോരുത്തരേക്കാളും മികവിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ അധ്യാപകരായിരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ തോൽപ്പിക്കുന്ന വിദ്യാർത്ഥികൾ. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുസൃതികളുണ്ടായിരിക്കും, പക്ഷേ പഠനശേഷം അല്ലെങ്കിൽ അതിന്റെ അവസാന കാലഘട്ടങ്ങളിലോ പഠിച്ചതിന് ശേഷം നിങ്ങൾ അറിവ് കൊണ്ടും അഭിജാതി കൊണ്ടും കഴിവുകൊണ്ടും ഗുരുവിനെ തോൽപ്പിക്കുകയാണ്, ഗുരുവിനേക്കാൾ കേവലന്മാരാകുക. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ കാണുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വരാൻ കാണിച്ച ഈ സ്നേഹത്തിനും മനസ്സിന് ഞാൻ അഭിനന്ദനങ്ങൾ ചൊല്ലുകയാണ്. തീർച്ചയായും നൊസ്റ്റാൾജിയ 12 ഈ കൂട്ടായ്മ ഒരു സമൂഹത്തിനും കോളേജിനും ഉപകാരപ്രദമായി. എപ്പോഴും ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ കുറെ കൂടി ബന്ധങ്ങൾ ദൃഢമാക്കുകയാണ്. ബന്ധങ്ങൾ ദൃഢമാക്കുക, അതോടൊപ്പം തന്നെ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്കായി ചെയ്യാൻ പറ്റും. തീർച്ചയായും കൂട്ടായ്മ അതിന് ഉപോത്ബലമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വൈദ്യരുടെ ഭാരവാഹികൾക്കും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നിർത്തുന്നു. താങ്ക് യു. Thank you, sir. Next, I invite Mr. Ajin T. Chuma, MCA 07, Secretary, Alumni Association for felicitation. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നൊസ്റ്റാൾജിയ 2012 എന്നുള്ള പ്രോഗ്രാമിൽ ഒരു ആശംസ പറയണമെന്ന് ഓർത്തപ്പോൾ എനിക്കും പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം മനസ്സ് നിറയെ കുറെ അധികം നൊസ്റ്റാൾജിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു ദൈർഘ്യമേറിയ ഒരു ആശംസയുടെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്റെ വിശക്കുന്ന വയറ് എനിക്ക് നല്ലൊരു ഭക്ഷണം ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു നിമിഷം പിന്നിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമേറിയ ഒരു 3 വർഷം, അത് കുറെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഈ 3 വർഷം നഷ്ടപ്പെട്ടു പോയി, മീൻസ് കഴിഞ്ഞു പോയി എല്ലോ എന്ന് ഓർത്തുള്ള ഇന്ത്യൻ നൊസ്റ്റാൾജിയ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലധികം ഇന്റേണൽ മാർക്ക് എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് അവർക്ക് നൊസ്റ്റാൾജിയ. ഡെസ്റ്റിനേഷനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ആ ഹോസ്റ്റൽ പൊളിക്കാതെ ഇവരൊക്കെ ഇവിടുന്ന് പോയല്ലോ, അത് ഓർത്തിട്ട് ഇനി ഇതുപോലെ ആളുകൾ വരല്ലേ, അങ്ങനെയുള്ള ചിന്തകൾ ഓർത്ത് അച്ഛനും നൊസ്റ്റാൾജിയ. അലസക്ഷനെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ഈ നല്ല പിള്ളേരുടെ ഇടയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി പോകുന്ന ഓർത്ത് അച്ഛനും നൊസ്റ്റാൾജിയ. അങ്ങനെ ഇവിടുത്തെ തൂണിനും തുരുമ്പിനും ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാവർക്കും പറയാനുണ്ടാവും കുറെ ചിന്തകളും നൊസ്റ്റാൾജിയും. പക്ഷേ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ നിരവധി അനുഭവങ്ങൾ ഒരുപാട് തളർന്നിട്ട് നിൽക്കുന്നുണ്ടാവും. അത് പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുക എന്നാണ് മാത്രമാണ് ഡീപ്പോൾ നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു 1000 മൈലുകളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിലായിരിക്കും, ഒരു സിംഗിൾ സ്റ്റെപ്പിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിവിടെ കുറച്ച് പഠനകർത്താക്കൾ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ ഇത് അതിലും വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഡീപ്പോളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഞങ്ങളാലാവുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളിവിടെ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം വ്യക്തിബന്ധം എന്ന് പറയുന്നത് തീർച്ചയായും ബൈബിളിലൊക്കെ പറയുന്ന പോലെ ഒരു വീഞ്ഞ് പോലെയാണ്. അതിങ്ങനെ പഴകുന്തോറും മാതിരി കൂടിക്കൂടി വരും. ഇപ്പോൾ ഞങ്ങളിവിടെ തുടക്കമിട്ടിരിക്കുന്ന ഈ ഒരു യാത്രയിൽ
ഈ ഡീപോൾ എന്ന് പറയുന്ന ഈ പടക്കപ്പലിൽ നയിക്കാൻ ഞങ്ങൾക്ക് വളരെ ശക്തനായ ഒരു പ്രസിഡന്റ് ഉണ്ട്. അതിന്റെ അമരത്തിരിക്കാൻ വളരെ കഴിവുള്ള ഒരുപാട് ഭരണകർത്താക്കളുണ്ട്. ഈ അനുഭവങ്ങളുടെ ഈ കടലിലൂടെ മുമ്പോട്ട് പോകാൻ ഒരുപാട് ആളുകളെ ഈ കപ്പലിലേക്ക് കൊണ്ടുവരാനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ചും ഡീപോളിന്റെ ഈ കാര്യങ്ങൾക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം കഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത് വൻ വിജയമാക്കാൻ അടുത്ത വർഷത്തേക്ക് എല്ലാവിധ സഹകരണങ്ങളും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നൽകുകയാണ്. നന്ദി. To recollect the past memories is always a treasure. It's my privilege to call John Oman MC06 to share his experience. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല താങ്ക്സ് പറയാനായിട്ട്. അപ്പൊ ഈ വേദി ഞാൻ താങ്ക്സ് പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. പഠിച്ച് പുറത്തു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആക്ച്വലി എത്ര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലായത്. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പോയി കഴിഞ്ഞപ്പോൾ ആദ്യം റെസ്യൂമെ നോക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്? ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എവിടെയത്? അങ്കമാലി. ഓഹോ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു പക്ഷേ അവരോട് ഭയങ്കര അത്ഭുതത്തോടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ എത്ര എന്തൊരു നോളജ് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എത്ര നല്ല സാർമാരും ടീച്ചർമാരും നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെന്ന്. സോ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ആക്ച്വലി താങ്ക്സ് പറയാനായിട്ട് യൂസ് ചെയ്യാണ്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഡീപോൾ ഫോർ ദിസ് ഗ്രേറ്റ് റിവാർഡിംഗ് ഫ്യൂച്ചർ ആൻഡ് കരിയർ that gave me. Thank you. Thank you, Mr. John Oman. Next, I invite Mr. Anup Menon, MBA 9, to share his college experience with the gathering. Very good afternoon, all. Respected privileged, my teachers, my friends. I don't know what to say. Before 6 months, once I came here for this 8 things experience sharing, and that day, night I had an accident, and I was in the bed for 4 months. So in the morning, when teacher came and said to do the same thing, I was again tense because I need to do the same thing again 4 months in the bed. So I called my parents and said, once again I am going to share my experience in the college, so please pray for me. And it was today's morning, and I am very much happy to be here because 4 days before, Ronnie, one of my friends, called me and asked me to go for this program, but actually I didn't plan to go. Yesterday night I was having very much nostalgia about the hostel, college life, everything. So I suddenly planned and asked him to leave, and he took the leave and he called me in the morning and we joined this program. The thing is, if I didn't come for this program, I would have missed everything because after so many days I have seen all my seniors here. I keep the contact with my classmates because to Facebook or telephone I used to contact them. But my seniors, especially Sanu, he was one of the great people in my hostel life. He's a singer. Sometimes when we in a bad mood, we used to ask him to sing some song in guitar and all. He was such a good guy. And another thing was the canteen. Every night 8 o'clock at dinner time, we used to rush downstairs. But many times we will be standing in the back. And when we try to enter the front door, our seniors will be pulling out. All these were very much good experiences with us. And with again our class was such a missing now. Just now only I went to my class. I took some photographs and just sitting in my seat. I was very much happy to be there. In Facebook also, most of them post the photos like this. All these days suddenly we will think everything. Those days, those teasing and classroom chats, everything. It was wonderful. And the main problem is in the early college, my friends were normal people only, means they were living there itself. This when they did MBA, the problem is that all friends are from other places like Pathanamthitta. My roommate is from Pathanamthitta. I never seen him after this course. So all these are very much problem for me because I don't know what to say. I very much feel sad when
think about all these things. That's the main problem. Everybody is from different places. So I miss everybody's songs, even the teachers. I used to call Mr. Anjutan sir. He used to call me. We keep in contact. And last day I saw my such a nice person. His name is Jitu Paul. Last day I saw him. He was saying that he also misses the college. He's not at all coming to college for last one year. I think so. He was busy with some other things. All this makes me very much happy to see everybody again and again. Thanks for calling me for this experience here. Thank you. ഒരു MSW പഠിച്ചു കഴിഞ്ഞ് MSW തൻ്റെ കരിയറായി എടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ അർഹനല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യുന്നത് സൗണ്ട് എഞ്ചിനീയറായിട്ട്. പക്ഷേ ഈ ഡീപോളിൽ നിന്ന് ജീവിതം പഠിച്ചു പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ 100% അർഹനാണ്. കാരണം ഇപ്പോൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ എൻ്റെ തുടക്കം മുതൽ ഞാൻ പറയാം. ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആകെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, MSW പഠിച്ച് ഒരു സോഷ്യൽ വർക്കർ ആവണമെന്ന ഉദ്ദേശമൊന്നുമല്ല, വീട്ടിൽ നിന്ന് മാറി നിന്ന് കുറച്ച് നാൾ അടിച്ചു പൊളിക്കുക. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾക്കൊരു വേറൊരു ലോകമാണ്. സാമൂഹ്യമായിട്ട് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും ആരുടെ ഇടയിൽ പോയാലും ഇപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര പൊട്ട ആൾക്കാരാണെങ്കിലും എത്ര നല്ല ആൾക്കാരാണ്, കാരണം എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് അതുപോലുള്ള ആൾക്കാരാണ്. അപ്പോൾ എവിടെ ചെന്ന് വീണാലും എണീറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് അതിന് കിട്ടി. അപ്പോൾ ഞാൻ ഒരു 4 വരി എല്ലാവരുടെ സമ്മതത്തോടു കൂടി പാടാം. ഈ പുഴയും സന്ധ്യകളും നീലനീലമുഖം ഓർമ്മകൾ പീലിനീട്ടി ഓടിയെത്തുമ്പോൾ പ്രണയിനിൻ സ്മൃതികൾ ഈ പുഴയും സന്ധ്യകളും നീലമിഴികളും. Thank you. Next I invite Father George Uthankarai, BC, Vice Principal of DIS, to propose a vote of thanks. All Father next, the addition John, Jason, Jacob sir, and Ajit, and my dear students. നിങ്ങൾക്ക് വളരെ പരിചയക്കാരില്ല, കാരണം ഞാൻ ഈ വർഷമാണ് ഡെസ്റ്റിൽ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷെ ഇന്ന് നിങ്ങളുടെ പലരുടെയും പ്രസംഗവും ഇവരുടെ പ്രസംഗവും എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതുപോലെ സാനുവിൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തുകൊണ്ട് പണ്ടേ വന്ന് ഇവിടെ ജോയിൻ ചെയ്തില്ല. കാരണം ഒത്തിരിയേറെ മിടുക്കരായ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളൊക്കെ. സാനുവിൻ്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല സൗണ്ട്, പല സൗണ്ട് എഞ്ചിനീയർമാർക്കും സ്വന്തമായി നല്ല സൗണ്ട് ഉണ്ടാകാറില്ല. പക്ഷേ സനു സ്വന്തമായി നല്ല സൗണ്ടുള്ള ഒരു എഞ്ചിനീയറാണെന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നിവിടെ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ മുമ്പ് പരിചയമില്ലെങ്കിൽ പോലും. അപ്പോൾ നിങ്ങളെ പരിചയമുള്ള, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് സന്തോഷം എത്രയോ ഇരട്ടിയായിരിക്കും, എത്രയോ മടങ്ങായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഏതായാലും ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ വളരെ കുറച്ചു പേർ കൂടി ഒത്തിരിയേറെ പ്രസംഗങ്ങൾ കേട്ടു. അതുമായിട്ട് തന്നെ ഇതേ ദിവസം ഇവിടെ എത്തിച്ചേരുകയും ഈ ചടങ്ങ് ഏറ്റവും മനോഹരമായ വിധത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യുകയും ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം നൽകുകയും ചെയ്ത പ്രോളക്സിന് എല്ലാവരുടെയും പേര് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ നൊസ്റ്റാൾജിയിൽ പങ്കെടുക്കാൻ വന്നു ചേർന്ന് പിന്നെ വലിയൊരു ഉത്തരവാദിത്വവും തലയിൽ എടുത്തു വെച്ച് നമ്മളെ പ്രചോദിപ്പിക്കുന്ന വളരെ പ്രചോദനാത്മകമായ പ്രസംഗവും പറഞ്ഞ് അധ്യക്ഷനായ ഈ അലുമിനി അസോസിയേഷന്റെ പ്രസിഡന്റായ ജോൺ, നിങ്ങളുടെ എല്ലാവരുടെയും പേര് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ ആശംസകളും. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അലക്സ് ഈ ഒരു ഉദ്യമത്തിന് അങ്ങേയറ്റം ഉത്സാഹമായിട്ട് ഒരാളാണ്. അലുമിനി മീറ്റിംഗ് തുടക്കം മുതൽ ഏറ്റവും അങ്ങേയറ്റം നടത്തണമെന്ന ശ്രദ്ധയോടെയും ജാഗ്രതയോടുകൂടി ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച ഒരാളാണ്. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു.
ഡേക്സിന് അച്ഛൻ ഇവിടെ വന്നു ചേരാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അച്ഛൻ സമയം കണ്ടെത്തി എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ജേക്കബ് സാറ് ഇവിടെ ഇരുന്നെങ്കിൽ പോലും അതിനിടയിൽ വളരെ തിരക്കാണ്. അവിടെ ഇരുന്നാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ഇൻവോൾവ് ആവുകയും എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഡിജിറ്റൽ തുടക്കത്തിലുള്ള ഒരാൾ. സാറിന്റെ ഈ അലുമിനിയുടെ കോർഡിനേറ്റർ ആയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അജിൻ നമുക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു, എല്ലാവരെയും ചിന്തിച്ചു. പ്രസംഗമായിട്ട് പഠിച്ചിരുന്ന എല്ലാവർക്കും പുതിയൊരു ഉണർവ് കിട്ടി. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുമ്പോട്ട് വരികയും ഞങ്ങളോടൊപ്പം ഈ ദിവസം പങ്കെടുക്കുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി. അതുപോലെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് എല്ലാവരും വളരെ മനോഹരമായി സംസാരിച്ചു. ഹൃദയത്തിൽ തട്ടുന്ന ഭാഷയിൽ ഏറ്റവും ലളിതമായി സംസാരിച്ചു. ഡിസ്റ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ നല്ല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണെന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിച്ച ഒത്തിരി അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രൊഫസർ അൻവിതൻ സാറാണ്. സാർ ഒത്തിരിയേറെ ഈ ദിവസങ്ങളിൽ ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും നിങ്ങളെല്ലാവരെയും കോൺടാക്ട് ചെയ്യുകയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പോഴും പ്രസന്റ് ആയിരുന്നു. എല്ലാവരുടെയും പേരിൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ മറ്റ് അധ്യാപകര്, പല കമ്മിറ്റികളിലെ ചുക്കാൻ പിടിച്ചവര്, പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി നടന്നവര് എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ രാവിലെ തൊട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി അധ്വാനിച്ച ഡിസ്റ്റിലെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാവരെയും പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ട് ഓടിപ്പോയ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടോന്നി സാറ് പ്രത്യേക അവസരത്തിൽ ഞാൻ ഓർക്കുകയും നിങ്ങളെല്ലാവരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. അവസാനമായിട്ട് മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഉത്സാഹത്തോടെ എത്തുകയും ഇത്രയും നേരം വളരെ ശ്രദ്ധാപൂർവ്വം ആയിരിക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഞങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ വരവിലൂടെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you very much. Next, there will be an interaction section for few minutes. After that, formal meeting will over. But please remain seated for the cultural program. Thank you.
Thank you.
now across the world. Reach out to your local cable or DTH operator now. You will feel the power of the Word of God. Enhance your visual experience with goodness. In any corner of the world, 24 hours a day, we are with you. Stay with goodness. Stay with God.